ഹായ് ഡിയേഴ്സ്, ഞാനിപ്പോൾ ഉള്ളത് നമ്മൾ കണ്ണൂർ പോലീസ് മൈതാനിലാണ്. ഇവിടെ ഒരു അടിപൊളി ഓണം ഫെയർ വന്നിട്ടുണ്ട്. വർഷാവർഷം ഇവിടെ ഓണം ഫെയർ ഉണ്ടാകലുണ്ട്. ഇപ്രാവശ്യത്തത് കിടിലൻ നാട്ടാ. ഇപ്രാവശ്യം ഇവിടെ ഉള്ളത് അമേരിക്കയിലെ ലോകപ്രശസ്ത നയാഗ്ര വെള്ളച്ചാട്ടവും ചൈനയിലും ദുബായിലും ചരിത്രം സൃഷ്ടിച്ച അപ്രത്യക്ഷമാകുന്ന സറൈൽ വെള്ളച്ചാട്ടവുമാണ്. അത് കാണാനൊക്കെയാണ് നമ്മൾ ഇവിടത്തേക്ക് പോയത്. ഇവിടുത്തെ എൻട്രൻസ് ആണിത്. അപ്പോൾ ഇതിലേ ഇങ്ങനെ നടന്നു പോകുന്ന വഴിയൊക്കെ സൂപ്പറാണ്. നമുക്ക് മടുപ്പ് പിടിക്കില്ല. അവിടെ എവിടെയും പോയിട്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാം. ഇന്ന് മെയിനായിട്ട് നമ്മൾ ഏത് സ്ഥലത്ത് പോയാലും ഫസ്റ്റ് ഫോട്ടോസ് എടുക്കുന്ന സ്ഥലത്തേക്കല്ലേ പോവാ. അപ്പോൾ അങ്ങനെ കയറി വന്ന് നമ്മൾ ഫസ്റ്റ് ഇവിടുന്ന് കയറി നമ്മൾ നയാഗ്ര വെള്ളച്ചാട്ടമാണ്. ഏതായാലും അമേരിക്കയിലൊന്നും പോയിട്ട് നയാഗ്ര വെള്ളച്ചാട്ടം കാണാൻ നമുക്ക് കഴിയില്ല. പക്ഷേങ്കിൽ നമ്മൾ കണ്ണൂർ പോലീസ് മൈതാനിൽ പോയാൽ നമുക്ക് ഇതൊക്കെ കാണാൻ വേണ്ടി കഴിയും. നല്ല സെറ്റപ്പിൽ അടിപൊളിയായിട്ടാണ് ഇവരത് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഫോട്ടോസ് എടുക്കാനൊന്ന് ക്ലിയർ പറയേണ്ട അത്രക്കും നല്ല ക്ലിയർ ഉണ്ട്. പിന്നെ ആ നയാഗ്ര വെള്ളച്ചാട്ടത്തെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസും അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് സറൈൽ വെള്ളച്ചാട്ടത്തിലേക്കാണ്. ഇവിടെ നല്ല വൈബാണ്. അപ്പോൾ ഷെഫീൻറ്റിയും മക്കളൊക്കെ നമ്മളെ കൂടെ ഉണ്ടായിട്ടുണ്ടായിന്. അങ്ങനെ ഇവിടെയും പോയി ആ വെള്ളത്തിൻ്റെ ഈ നയാഗ്ര വെള്ളച്ചാട്ടം നമുക്ക് തൊടാൻ പറ്റൂലെങ്കിലും നമുക്ക് ഈ സറൈൽ വെള്ളച്ചാട്ടത്തിൻ്റെ അടുക്ക പോയിട്ട് നിൽക്കാട്ടോ. അവിടെ നമ്മൾ ചെരുപ്പൊക്കെ അയച്ച് അതിൽ ആ വെള്ളത്തിലൊക്കെ കയറാം. അങ്ങനെ ഞാനൊക്കെ അവിടെ കയറി നിന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ടിക്കറ്റ് ഫീ എത്രയാണെന്നും അത് ആ ടിക്കറ്റ് ഫീക്ക് ഇതിനകത്ത് മുതലാവുമെന്നും എന്ന് വെച്ചാൽ ഈ ഓണം ഫെയർ തുടങ്ങിയിട്ടുണ്ട്, നിന്നതൊക്കെയാണ് അവിടെ ഉള്ളത് എന്ന് കേട്ടവർക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ടിക്കറ്റ് ഫീ എത്രയാണെന്നൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോ കാണുവാണെങ്കിൽ ആ ടിക്കറ്റിന് നിങ്ങൾക്ക് ഇവിടെ പോയാൽ മുതലാവുമെന്നൊക്കെ മനസ്സിലാവട്ടെ. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് അടിക്കാതെ ഫുള്ള് കണ്ടുനോക്കണേ. എല്ലാം അടിപൊളിയാണേ. പിന്നെ അതുമാത്രമല്ല ഇവിടെ അങ്ങ് നല്ല DJ ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മടുപ്പ് പിടിക്കുകയും ചെയ്യില്ല. നമ്മളൊക്കെ എന്താ പറയുക, എൻജോയ് ചെയ്ത് ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് നടക്കാം. മക്കളൊക്കെ കൂട്ടി പോവുകയാണെങ്കിൽ അവർക്കൊരു കൗതുകം തന്നെ ആയിരിക്കും കേട്ടോ. ഇതാ കാണുന്നില്ലേ, പക്ഷികളൊക്കെ കൂട്ടിലിട്ട് ഇതാക്കാണ്ട് പക്ഷികളൊക്കെ ഇങ്ങനെ പാറി പറക്കുന്ന രീതിയിൽ അവർ വേറെ തന്നെ ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ പോയാൽ നമുക്ക് പാമ്പിനെ ഇഗ്വാനൊക്കെ എടുക്കാനൊക്കെ പറ്റും കേട്ടോ. അങ്ങനെയുള്ളൊരു സെറ്റപ്പൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ അമ്യൂസ്മെൻറ്റ് റൈഡും പാർക്കും പിന്നെ അതുപോലെ തന്നെ കുറേ ഫുഡ് കോർട്ടൊക്കെ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് പിന്നെ സാധനങ്ങൾ വാങ്ങേണ്ട ഒരുപാട് സ്റ്റാളൊക്കെ ഇവിടെയുണ്ട്. ഇനി ഞാൻ അധികം പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നിങ്ങൾ ഈ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കണ്ടു നോക്കട്ടെ. എന്തായാലും നിങ്ങൾക്ക് നഷ്ടം വരില്ല. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ ഇവിടെ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് ഇതിന് പോകും. പിന്നെ ആദ്യമായി എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് നിങ്ങൾ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്തിട്ട് പറഞ്ഞേക്ക്. ഇതാണ് നമ്മൾ കണ്ണൂർ പോലീസ് മൈതാനിൽ ഇപ്രാവശ്യം തുടങ്ങിയ ഓണം ഫെയറിലുള്ള സംഭവങ്ങളെന്ന് പറഞ്ഞേക്കട്ടാ.